ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു അമ്പഴങ്ങ അച്ചാർ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അമ്പഴങ്ങ അച്ചാർ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഈ അമ്പഴങ്ങ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അച്ചാറിടാം, അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയറും ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമുക്കിത് ഇങ്ങനെ കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാം, മാങ്ങയൊക്കെ അരിയുന്ന പോലെ തന്നെ. ഇതിൻ്റെ അകത്തത്തെ കുരു ഒട്ടും തന്നെ മൂത്തിട്ടില്ല, അതുകൊണ്ട് ഞാനത് മൊത്തത്തിൽ തന്നെ അരിഞ്ഞെടുത്തു. നല്ല പുളിയുള്ള അമ്പഴങ്ങ കേട്ടോ, പിഞ്ചാണെങ്കിലും നല്ല പുളിയാണ്. പിന്നെ ഇതിന് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക. ഒത്തിരി അങ്ങ് അരയണമെന്നില്ല. പിന്നെ കടുകെണ്ണ കേട്ടോ ഞാനിതിന് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് കടുകെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് വറുത്ത് വെച്ച ഉലുവാപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടി, ആവശ്യത്തിന് കായപ്പൊടി, പിന്നെ നമുക്ക് എരിവുള്ള ഇത് 4 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്ര മതി അച്ചാറിനുള്ളത്. നന്നായിട്ടൊന്ന് ആ പച്ചമണം മാറുന്നവരെ നമുക്കൊന്നത് വഴറ്റി കൊടുക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒത്തിരി വേണ്ട, ആവശ്യത്തിന് വെള്ളം ഒന്ന് തിളയ്ക്കണം. ഈ വെള്ളം തിളച്ച് കഴിയുമ്പം വേണം നമുക്ക് അമ്പഴങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. ആദ്യമൊന്നും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനൊരു 3 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് ഞാൻ അച്ചാർ പൊടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അച്ചാർ പൊടി ഉപയോഗിക്കാറില്ല. ഞാൻ മുളക് പൊടിയും കായവും വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി, ഇത്തരം 3 സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറ് അച്ചാറിന്. പിന്നെ അത് ഞാനൊരു 5 മിനിറ്റ് മാറ്റി വെച്ചിരുന്നു കേട്ടോ, സ്റ്റൗ ഓഫാക്കിയിട്ട്. അതിനുശേഷം ഞാൻ അതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നോക്കണം ഉപ്പ് കറക്റ്റാണോ നോക്കണം. അപ്പോൾ ഉപ്പും വിനാഗിരി എല്ലാം കൂടി ചേരുമ്പം അതിൻ്റെ പുളിയും ഉപ്പുമൊക്കെ ഒരേ ലെവലിൽ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.